മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയുമായി UDF. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലെത്തിക്കാൻ തീരുമാനിച്ചെന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചതിനാലാണ് പരാതി. പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരുടെ അടുത്തും ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളതല്ലേ. ഇതിലെന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയണ്ടെന്ന് അറിയുന്നവരല്ലേ നമ്മളൊക്കെ. പെരുമാറ്റച്ചട്ടമൊക്കെ പാലിച്ചു പോകുന്നവരല്ലേ. അപ്പോൾ മന്ത്രിയായതിനു ശേഷം നിരവധി ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് നമ്മളൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളിൽ പോയതല്ലേ. പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ധാരണ ഉള്ളവരല്ലേ. അപ്പൊ ഞങ്ങളൊക്കെ ഇതൊക്കെ പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ. പിന്നെ ഒരു വിവാദം ഉണ്ടാക്കുക, ഒരു കുഴപ്പമുണ്ടാക്കുക, LDF ആകെ മോശമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അതിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഇക്കാര്യങ്ങൾ എവിടെയും ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇനിയും പറയാലോ. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അരുൺ, മന്ത്രി പറഞ്ഞതുപോലെ ഇത് അങ്ങനെ ഒരു ചട്ടലംഘനം താൻ നടത്തിയിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. ഔദ്യോഗികമായി തന്നെ ഈ പരാതിയിലേക്ക് കടക്കുന്നുണ്ടോ UDF? അതോ ഇതുപോലെ ഒരു വിവാദമാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണോ അതിന് പിന്നിലുള്ളത്? സ്മിത, ഔദ്യോഗികമായി തന്നെ UDFന്റെ ജില്ലാ കമ്മിറ്റി ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി സ്പോർട്സ് ഫെർട്ടനിറ്റി എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിലെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി എളമരം കരീം ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിക്കിടെയാണ് മന്ത്രിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. അത് കോഴിക്കോട്ടെ സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തും, അതിന് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്, ആ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം ഈ വീഡിയോ ഉൾപ്പെടെ സമർപ്പിച്ചാണ് ജില്ലാ കളക്ടർക്ക് UDF ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിൽ ജില്ലാ കളക്ടർ ഒരു പ്രാഥമികമായ പരിശോധന നടത്തിയ ശേഷം ഒടുവിലായി അല്പസമയം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീഡിയോ ഉൾപ്പെടെ ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മന്ത്രിയോട് ജില്ലാ കളക്ടർ, അതായത് ജില്ലാ വരണാധികാരി വിശദീകരണം തേടിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മന്ത്രി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇതിൽ നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി ഇതിൽ വിശദീകരണവുമായി നേരത്തെ അത്തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഒന്നും നടന്നിട്ടില്ല. നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഈ സ്റ്റേഡിയ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളതാണ്. അത് ഈ പരിപാടിയിൽ വെച്ച് ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ ഇത് പരാമർശിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞതിൽ തെറ്റില്ല, പെരുമാറ്റച്ചട്ട ലംഘനമില്ല എന്ന വിശദീകരണമാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൃശ്യങ്ങളിൽ ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് തന്നെ കാണാം, ഈ മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഒരു ഫോട്ടോഗ്രാഫറാണ്. ആ ഫോട്ടോഗ്രാഫർ ദൃശ്യം ചിത്രീകരിക്കുന്നതിനിടെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എളമരം കരീം, അതോടൊപ്പം തന്നെ LDFന്റെ മറ്റ് നേതാക്കളെല്ലാം ചേർന്ന് ആ ഫോട്ടോഗ്രാഫറെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ഇത്തരത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരിക്കണം ഒരുപക്ഷെ LDF നേതാക്കൾ ആ ഫോട്ടോഗ്രാഫറെ അവിടെ നിന്ന് മാറ്റിയത്. അതിലും നിലവിൽ UDF ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇപ്പോൾ നിലവിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടും ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഒടുവിലായി പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതിൽ പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷം ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ കളക്ടറുടെ പ്രാഥമിക പരിശോധന ശേഷം വിലയിരുത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനോട് വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സ്മിത, ശരി. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയാണ് UDF ഉന്നയിച്ചത്. അതിലിപ്പോൾ വിശദീകരണം തേടിയിട്ടുണ്ട് മന്ത്രിയോട്. എന്നാൽ മന്ത്രി പറയുന്നത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല, ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ആണ്. ഇനി വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലാണ് ഇതിന്റെ നടപടികൾ പോവുക, മന്ത്രിയുടെ ഒരു വിശദീകരണം ഔദ്യോഗികമായി ഏത് രീതിയിൽ എത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. അരുൺ പൂപ്പറമ്പ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു.